ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. പലപ്പോഴും നമുക്ക് മധുരക്കിഴങ്ങ് വിപണിയിൽ ലഭിക്കാറുണ്ട്. അപ്പം നമുക്ക് പലപ്പോഴും ഇതൊന്ന് എങ്ങനെയാണ് നട്ട് പരിപാലിച്ച് നമുക്ക് വിളവെടുക്കാൻ സാധിക്കുന്നതെന്ന് പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ വിപണിയിൽ ലഭിക്കുന്ന ഇത്തരത്തിലുള്ള മധുരക്കിഴങ്ങ് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് വിളവെടുക്കാം. അതായത് ഇത്തരത്തിൽ കിട്ടുന്ന മധുരക്കിഴങ്ങ് നട്ട് ഇതിനകത്ത് നിന്ന് വള്ളി എടുത്തതിന് ശേഷം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഏകദേശം 90 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് മധുരക്കിഴങ്ങ് വീട്ടിൽ സുലഭമായി ലഭിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടകളിൽ ചെന്നിട്ട് നല്ല വലിപ്പമുള്ള ഒരു മധുരക്കിഴങ്ങ് എവിടെന്നേലും എടുക്കുക നന്നായിട്ട്. അപ്പോൾ അത് നിങ്ങൾ ചിലതന്നെ അതിന് മധുരം കൂടുതൽ കാണും. അപ്പം ഒരു 1-2 കിലോ വാങ്ങിച്ചതിന് ശേഷം അത് കഴിച്ചു നോക്കിയതിന് ശേഷം മാത്രം അതിൻ്റെ വിത്ത് എടുക്കാനാണ് ഏറ്റവും നല്ലത്. അപ്പം ഇത് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒരു ഇനം മധുരക്കിഴങ്ങാണ്. അപ്പോൾ ഇതേപോലെ തന്നെയുള്ള ഇതിനെ നട്ട് എടുത്തിട്ടുള്ള വള്ളിയാണ്. വെറും ഒരൊറ്റ കിഴങ്ങ് നട്ടാണ്, ഒറ്റ കിഴങ്ങിനകത്ത് നിന്ന് ഉണ്ടായ വള്ളിയാണ്. ഇത് ഏകദേശം ഒരുപാട് നമുക്ക് നടാൻ വേണ്ടിയിട്ടുണ്ട്, അപ്പോൾ ഇതെങ്ങനെയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ കൊണ്ടുവന്ന നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മധുരക്കിഴങ്ങിൻ്റെ ഇതിനകത്ത് നിന്ന് ഒരു കിഴങ്ങ് ഇതുപോലെ മാറ്റി വെച്ചതിന് ശേഷം ഇതിനെ ഒരു നനഞ്ഞ തുണിക്കകത്തേക്ക്, അതായത് വെള്ളമയത്തോട് ഒരുപാട് വെള്ളം വേണ്ട, ഒരു സാധാരണ നനഞ്ഞിട്ടുള്ള തുണി എടുത്തിട്ട് ഇതിനെ ഒന്ന് പൊതിഞ്ഞ് ഒരു 2 ദിവസം ഒരു പാത്രത്തിലോ എവിടെയിട്ടോ ഇല്ല, അല്ലെങ്കിൽ ഒരു അടപ്പുള്ള ഒരു പാത്രത്തിൻ്റെ ഇത് വെച്ചിട്ട് അടച്ചു വെക്കുക. എന്നുവെച്ചാൽ ഒരു ഹ്യൂമിഡിറ്റി നിൽക്കാൻ വേണ്ടി, അതിനകത്ത് ആ ഈർപ്പം നിലനിർത്താൻ വേണ്ടി. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് ഈ തുണി അങ്ങ് എടുക്കുമ്പോൾ തന്നെ എടുത്ത് വെളിയിൽ വെക്കുമ്പോൾ തന്നെ ഏകദേശം ഇതിനകത്ത് നിന്ന് ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം ചെറിയ ചെറിയ പൊടിപ്പുകൾ കാണും. അപ്പം അത്തരത്തിലുള്ള പൊടിപ്പുകളുള്ളപ്പം അങ്ങനെ ഉണ്ടാകുന്ന പൊടിപ്പുകൾ നമ്മൾ പിന്നീട് ഇതിനെ കൊണ്ടുവന്ന് ഗ്രോ ബാഗിൽ, സാധാരണ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ മണ്ണിലോ ഈ വള്ളിക്ക് വേണ്ടി നമ്മൾക്ക് വളർത്തണം. കാരണം ഇത്തരത്തിൽ വള്ളി ഉണ്ടായതിനു ശേഷം ഈ വള്ളി മുറിച്ചാണ് നമ്മൾ നടുന്നത്. അല്ലാതെ ഇത്തരത്തിൽ വെറും കിഴങ്ങ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ വള്ളി ഉണ്ടായി പോത്തേ ഉള്ളൂ, നമുക്ക് മധുരക്കിഴങ്ങ് ഉണ്ടാവത്തില്ല. മധുരക്കിഴങ്ങ് ഉണ്ടാവണമെങ്കിൽ ഇതിന് പിന്നെയും മണ്ണ് നന്നായിട്ട് വെട്ടിക്കൂട്ടിയെങ്കിൽ മാത്രമേ മധുരക്കിഴങ്ങ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ചെയ്യേണ്ടത് ഇതുപോലെ വള്ളി എടുക്കാൻ വേണ്ടി ഇത് സാധാരണ ഒരു ഗ്രോ ബാഗ് എടുക്കുക. അതിലേക്ക് മണ്ണും അതേപോലെ സമം ചാണകപ്പൊടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ജൈവവളമാണോ ഇടുന്നത് അത് ഇതേപോലെ ഗ്രോ ബാഗിലേക്ക് ഇടുക. ഇൻ കേസ് നിങ്ങൾക്ക് ഗ്രോ ബാഗ് അല്ലാതെ തറയിലാണ് വെക്കാൻ താല്പര്യമെങ്കിൽ ഇതേപോലെ തന്നെ ചെറിയൊരു മണ്ണ് വെട്ടിയിട്ടിട്ട് അതിനകത്തോട്ട് കുറച്ച് ചാണകപ്പൊടി മാത്രം മതി, വേപ്പ് മിണ്ണാക്കും ഒരു പിടി ഉണ്ടെങ്കിൽ നല്ലത്. അത്രയും ചെയ്തിട്ട് ഇതിനെ ഇങ്ങനെ കിടത്തി അങ്ങ് നടുക. ഇതിപ്പോൾ ഗ്രോ ബാഗിലാണെങ്കിൽ ഞാനിപ്പം ഇത് വള്ളി നടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നത്. ജസ്റ്റ് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിന് മുകൾ വരെ മണ്ണങ്ങിടുക. ഫുള്ള് ഈ ഗ്രോ ബാഗിലേക്ക് ഇങ്ങനെ കിടത്തിയിട്ട് ഇങ്ങനെ, അതായത് നൂത്ത് നിർത്തേണ്ട ആവശ്യമില്ല, ഇങ്ങനെ കിടത്തിയാൽ മതി. എന്നിട്ട് ഇത് നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഏകദേശം ഇതിന്റെ വള്ളി നന്നായിട്ട് പൊട്ടി മുളച്ച് വരുന്നതാണ്. അങ്ങനെ ഏകദേശം ഉണ്ടായി വന്ന വള്ളിയാണ് തന്നെ ഈ കാണുന്നത്, നന്നായിട്ടുണ്ടായി. അപ്പം ആ വള്ളിയിൽ നിന്ന് നമ്മൾ പിന്നീട് മുറിച്ച് നടുമ്പോഴാണ് ഏകദേശം 90 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഗ്രോ ബാഗിലാണേലും നമുക്ക് തറയിലാണേലും എവിടെയും ചാല് പോലെ എടുത്ത് റെഡിയാക്കി നമുക്ക് നടുവാണേലും നമുക്ക് ഇഷ്ടം പോലെ മധുരക്കിഴങ്ങ് ഉണ്ടാവുന്നത്. അപ്പോൾ ആദ്യം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യത്തെ കാണിച്ചതേ ഉള്ളൂ. ആൾക്കാർക്ക് പുതിയതായിട്ട് ഇത്തരത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം അങ്ങനെ എടുത്തതിൻ്റെ ഒരു വള്ളിയാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഇഷ്ടം പോലെ ഉണ്ട്. ഇതിനാദ്യം ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള നമുക്ക് ഇത്രയുള്ള ഒരു ചെറിയ വള്ളി പോലും അത് നോക്കണേ. ഇത് ഒരുപാടുണ്ട്. വെറും 4 മുട്ട് മാത്രം മതി നമുക്കൊരു ഗ്രോ ബാഗിലേക്ക് വെക്കാൻ. ഇപ്പോൾ ഇല നോക്കണേ, 1 2 3 4 5. അപ്പോൾ ഇത് ഏകദേശം ഒരു ഗ്രോ ബാഗിൽ നിൽക്കേണ്ട രീതിയിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ മുറിക്കണം. നോക്ക്, ഇതൊരു മൂടാ, ഈ കാണുന്നത് ഒരു മൂടാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ അതേപോലെ തന്നെ പടർന്നു വന്നിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇത് അടുത്തതാണ്. ഇതിൻ്റെ ഇതുപോലെ വള്ളി ഇങ്ങനെ വേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഒരെണ്ണം കൂടെ മുറിക്കാൻ പോവാണ്. ഉണ്ടോ? അപ്പോൾ ഇത്രയും 1 2 3 ഒരു 4 5 ഇല മാത്രം മതി, അത്രയും ഇലയുടെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നോക്കണം, ഇത്രയും വള്ളി ഒരൊറ്റ കിഴങ്ങിനാകുമ്പോൾ നമുക്ക് ഒരു 1/2 ഏക്കറിൽ മേലെ സ്ഥലത്തിന് കൃഷി ചെയ്യാനുള്ള സാധനമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കുവാണ്. മാറ്റി വെച്ചിട്ട് നമുക്കിതിൻ്റെ പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ് ഇനി തയ്യാറാക്കുന്നതെന്ന് പറയാം. ആദ്യമേ വേണ്ടുന്നത് മണ്ണാണ്, സാധാരണ മണ്ണ്. അപ്പോൾ സാധാരണ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏകദേശം സാധാരണ ഇതിനകത്ത് നിന്ന് നേരത്തെ കുമ്മായം ട്രീറ്റ് ചെയ്തിട്ടിരുന്ന മണ്ണാണ്. അപ്പം ഞാനിപ്പം കുമ്മായമല്ല സാധാരണ ഉപയോഗിക്കുന്നത്, പച്ചക്കക്ക പൊടിയാണ്.
അപ്പോൾ ഇതിനകത്ത് കുമ്മായം ട്രീറ്റ് നേരത്തെ ഇരുന്നുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇനി പച്ചക്കക്ക പൊടി ഇപ്പോൾ തൽക്കാലം ചേർക്കുന്നില്ല. സാധാരണ ഇനിയിപ്പോൾ ഞാനെല്ലാം പച്ചക്കക്ക പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിലേക്ക് ഇത് ഇത്തരത്തിലുള്ള ഒരു ഗ്രോ ബാഗ് 40x24x24 ഗ്രോ ബാഗിൽ സാധാരണ ഈ ഒരു ചിരട്ട ഇതൊരു സാധാരണ ഒരളവാണ്. അപ്പോൾ ഇത്തരത്തിൽ ഏകദേശം 20 ചിരട്ട മണ്ണാണ് ഈ ഒരൊറ്റ ഗ്രോ ബാഗിലേക്ക് കൊള്ളുന്നത്. 20 ചിരട്ട. അപ്പം ഇത് ഒരു ഫുൾ നിറയുന്നത് വരെയാണ് ഞാൻ പറഞ്ഞത്. എന്നാലും നമുക്ക് ആദ്യമേ വെക്കുന്ന സമയത്ത് ഇത് ഫുള്ളായിട്ട് നിറയ്ക്കില്ല, ഇതിന് പകുതി മാത്രമേ നിറയ്ക്കാവൂ. അപ്പോൾ ഏകദേശം ഞാൻ എല്ലാം കൂടെ ഒരു 10 ചിരട്ടയ്ക്ക് ഉൾപ്പെടുത്തുന്ന ഒരു വളക്കൂട്ടാണ് ആദ്യം ഇടുന്നത്. എന്നിട്ട് ഈ വള്ളി വെച്ചതിന് ശേഷം ഇത് വള്ളി വീശി തുടങ്ങുന്ന കൂട്ടത്തിൽ നമ്മൾ മണ്ണും ഈ പറയുന്ന വളങ്ങളും എല്ലാം കൂടെ മിക്സ് ചെയ്ത് മണ്ണാക്കി ഇടുകയാണ് പതിവായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമേ ഇതിപ്പോൾ ഏകദേശം ഞാനൊരു 5 ചിരട്ട മണ്ണാണ് എടുത്ത് വെച്ചത്. 5 ചിരട്ട മണ്ണ്, പിന്നെ അതേപോലെ ഒരു 3 ചിരട്ട ചാണകപ്പൊടി, പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറക്കപ്പൊടിയുടെ കമ്പോസ്റ്റാണ്. ഞാൻ അറക്കപ്പൊടി വെച്ചിട്ട് കമ്പോസ്റ്റ് ആക്കിയതാണ്. ഇനി നിങ്ങൾക്ക് ഉമി ഉണ്ടെങ്കിൽ ഉമി ചേർക്കാം, ഇല്ലെങ്കിൽ പിന്നെ ചകിരിച്ചോറിൻ്റെ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. പിന്നെ 1 ചിരട്ട ചാരം, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഇത് വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടിച്ചതാണ്, നമ്മൾ സാധാരണ പിണ്ണാക്കല്ല, ഇത് പൊടിയാണ്. പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ടുന്നതാണ് നമുക്ക് കൃഷിയിൽ ഉപയോഗിക്കേണ്ട സാധനമാണ് റോക്ക് ഫോസ്ഫേറ്റ് അഥവാ രാജ്ഫോസ്. ഇത് എല്ലുപൊടിയെക്കാട്ടിലും തീരെ വിലക്കുറവാണ്. ഇതിന് ഏകദേശം 15 രൂപയൊക്കെ വില വരുന്നുള്ളൂ. മാത്രമല്ല മറ്റേ ഈ ആസിഡ് വെച്ച് പൊടിച്ച എല്ലുപൊടിയെക്കാട്ടിൽ എന്തുകൊണ്ടും നല്ലത് ഇത്തരത്തിലുള്ള രാജ്ഫോസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അടിവളമായിട്ട് ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം നൽകണം. എങ്കിൽ മാത്രമേ നമുക്ക് വിളവ് വരുന്ന കൂട്ടത്തിൽ നന്നായിട്ട് ഇതിൻ്റെ വളർച്ചയും അതുപോലുള്ള എല്ലാം കാണത്തുള്ളൂ. അപ്പോൾ ആദ്യം ഇത് വളക്കൂട്ട് മിക്സ് ചെയ്യാൻ പോവാം. അപ്പോൾ ഞാൻ ഈ മിക്സ് ചെയ്തത് ഇത് 5 ചിരട്ട, ഇത് 3 ചിരട്ട, അപ്പോൾ 8, ഇതൊന്ന് 9, ഇതൊന്ന് 10. അപ്പോൾ ഇത്രയും ഇത് ഞാൻ ഒരു ഗ്രോ ബാഗിൻ്റെ കണക്കാണ് ഈ പറയുന്നത്. എന്നിട്ട് ഇതിങ്ങനെ ചാരം കമ്പോസ്റ്റ് ഇട്ടാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. കമ്പോസ്റ്റിന് ഞാൻ പ്രക്രിയ ആവാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതിനു വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏകദേശം ഒരു 1/4 കിലോയോളം ഈ പറയുന്ന രാജ്ഫോസ് അഥവാ റോക്ക് ഫോസ്ഫേറ്റ്. അപ്പോൾ അടിവളമായിട്ട് തന്നെ റോക്ക് ഫോസ്ഫേറ്റ് കൊടുക്കണേ, എങ്കിൽ മാത്രമേ നല്ലപോലെ വേര് വളർച്ചയൊക്കെ ഉണ്ടാകത്തുള്ളൂ. പിന്നെ അതേപോലെ ഇത് വേപ്പിൻ പിണ്ണാക്കും നന്നായിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് അടിവളത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇത്രയും വെച്ചു. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ പച്ചക്കക്ക പൊടി ഉണ്ടെങ്കിൽ ഇതിനകത്തൊരു പച്ചക്കക്ക പൊടിയിൽ ഒരു ശകലം കൂടെ വിതറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കുമ്മായം ഇടുമ്പോൾ ഒരു 50 ദിവസത്തിനുള്ളിൽ തന്നെ, ഒരു 10-40 ദിവസത്തിനുള്ളിൽ തന്നെ ഏകദേശം ആ കുമ്മായത്തിൻ്റെ എഫക്റ്റ് മാറും. അപ്പോൾ ഇതാകുമ്പോൾ പച്ചക്കക്ക പൊടിയിൽ ഒരു 2 സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇതിൻ്റെ അകത്തെ ആ pH ഏകദേശം അത് നിലനിർത്തിക്കോളും. അപ്പോൾ എല്ലാം കൂടി ഇത് 10 ചിരട്ടേ ഉള്ളൂ കേട്ടോ. എല്ലാം കൂടെ 10 ചിരട്ട കാണത്തുള്ളൂ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇതേപോലെ എടുത്തിട്ട് ഇതിനെ ഇത്തരത്തിലുള്ള ഒരു ഗ്രോ ബാഗിലേക്ക്, ഇത് ഞാൻ ഏകദേശം ഇങ്ങനെ പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് വളം ഉണ്ടെങ്കിൽ ഇത് സെപ്പറേറ്റ് ഇപ്പം 10 ഇച്ചിലൂടെ കൂടുതലിടണം. ഇത് വലിയ ഗ്രോ ബാഗൊക്കെ കാണും. എല്ലാവരുടെയും ഇപ്പം ഇത്തരത്തിലുള്ള ചെറുത് മാത്രമായിരിക്കത്തില്ല, ഇതിൽ വലുത് കാണും. ഇപ്പം ഞാൻ ഏകദേശം ഇത്തരത്തിൽ ഒരു സൈസ് ആയതുകൊണ്ടാണ് പറഞ്ഞത് 40x24x24 നമുക്ക് സാധാരണ വിപണിയിൽ ലഭ്യമാവുന്ന ഗ്രോ ബാഗിലെ അളവാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ മൊത്തം ഇടുമ്പോൾ കാണിക്കാം എത്രയാകുന്നു. ചാരം 1 ചിരട്ടേ കൂടുതലിടല്ലേ. ആദ്യമേ ചാരം ഇത് ഞാൻ ചാരം മാത്രമായിട്ടാണ്. കമ്പോസ്റ്റ് ആകുന്നേ കുഴപ്പമില്ല, കമ്പോസ്റ്റ് ആണെങ്കിൽ ഇച്ചിരി ഇട്ടാലും കുഴപ്പമില്ല. ഇത്രയാണ് ഇതിൻ്റെ അടിവളമായിട്ട് നമ്മൾ സാധാരണ ഇത് നൽകിയിട്ട് ഈ സാധനം നടണ്ടത്. എന്നിട്ട് ചെയ്യുന്നത് ഇതിൻ്റെ വശങ്ങൾ, ഇത്തരത്തിലുള്ള വശമെല്ലാം ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി വെക്കണം. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വള്ളി വീശുമ്പോൾ പിന്നീട് നമ്മൾ മണ്ണ് കയറ്റി കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇതിനകത്ത് ഇട്ടത്. ഓക്കെ, അപ്പം ഇനി അതിന് ശേഷം എന്താണ്ട് ഈ മുറിച്ച് വെച്ച വള്ളി എടുക്കുക. ഇത്തരത്തിലുള്ളൊരു വള്ളി മാത്രം മതി ഒരു ഗ്രോ ബാഗിലേക്ക്. ഞാൻ ഏകദേശം ഇതിൻ്റെ ഒരു 2 എണ്ണം ഒന്ന് പാകി കാണിക്കാം. ഇതിനെ കിടത്തിയാണ് ചെയ്യേണ്ടത്. ഇതിനെ ഇങ്ങനെ ആക്കിയിട്ട് ഇതിനെ ഇങ്ങനെ വെക്കുക, ഈ മണ്ണിങ്ങനെ കയറ്റി കൊടുക്കുക, ഇതേപോലെ ഇങ്ങനെ മണ്ണിങ്ങനെ കയറ്റി കൊടുക്കുക. ഇത്രയും മാത്രമേ പണിയുള്ളൂ. ഇതിപ്പോൾ ഇതിനെയും കൂടെ ഞാനങ്ങ് വെക്കുക, മുറിച്ചോണ്ടേ ഇതിങ്ങനെ വെച്ചിട്ട്
ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഇതേപോലെ ഇത് തടം എടുത്താണ് ചെയ്യുന്നതെങ്കിൽ ഓരോ തടത്തിലും ഒരു 1.5 അടി അതായത് ഒരു 45 സെന്റിമീറ്റർ വെച്ചിട്ട് ഇതിപ്പോൾ ഒരു തടമാണെങ്കിൽ ഇവിടെ ഒരെണ്ണം നട്ടു, പിന്നെ ഒരു 45 സെന്റിമീറ്റർ ഇവിടെ വെച്ചു. അങ്ങനെ പിന്നെ നീളത്തിൽ നമ്മൾ ഈ ഇഞ്ചി നടുന്നതിന്റെ ചാല് വെട്ടുന്നതിന്റെ കൂട്ട് തന്നെ പാത്തി എടുത്ത് ചെയ്യുന്നതിന്റെ കൂട്ട് തന്നെ പിന്നെ ഒരു 45 സെന്റിമീറ്റർ അല്ലെ ഒരു 50 മീറ്റർ വെച്ചിട്ട് ഡിസ്റ്റൻസ് വെച്ചാലും മതി. കാരണം ഓരോന്നും ഓരോ ചുവടാണല്ലോ. ഇപ്പൊ ഇവിടുന്ന് ഈ ഭാഗത്തുനിന്ന് വരുന്നതാണ് ഈ പറയുന്ന മധുരക്കിഴങ്ങ് ഉണ്ടാകുന്നത്. ഇപ്പൊ ഇതുപോലത്തെ വേര് വന്ന് അതിന്റെ അടിയിലേക്ക് വരുന്നതാണ് ഈ മധുരക്കിഴങ്ങ് ആവുന്നത്. അപ്പൊ ഇതിനെയും കൂടെ നടാൻ പോവാണ്. അപ്പൊ ഇത്തരത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് ഈ പറയുന്ന മണ്ണ് അതിനെ മണ്ടക്കേക്ക് ഇടുകയാണ്. പിന്നീട് ചെയ്യേണ്ടത് ഇത് ഏകദേശം ഇപ്പൊ ഇതിപ്പോ നട്ടു, ഇനിയിപ്പോ സാധാരണ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഇതിന് മണ്ണ് കയറ്റി കൊടുക്കുക. ഒരു 10-12 ദിവസം ഇതിങ്ങനെ ഏകദേശം ഇതിന്റെ അത്യാവശ്യം വേര് വളരാൻ വേണ്ടിയിട്ടൊരു സമയം കൊടുക്കണം. അതിനുശേഷം ഈ കടലപ്പിണ്ണാക്ക് ചെറുതായിട്ടൊന്ന് പുളിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല പോലെ കയറി വളരും. ഇതിപ്പോൾ കടലപ്പിണ്ണാക്കും അങ്ങനെയുള്ള പിണ്ണാക്ക് വളങ്ങളൊക്കെ ഇതിന് അടിവളമായിട്ട് നന്നായിട്ട് കൊടുത്തോണ്ടാണ്. പിന്നെ അതിനുശേഷം വള്ളി വെളിയിലേക്ക് വന്നു കഴിയുമ്പോൾ പടർന്നങ്ങ് പോകും. പിന്നെ അത് അതിന്റെ ആ മൂടുമായിട്ട് ബന്ധമില്ല. ഇതിപ്പോൾ വരുന്നതെല്ലാം ഇതേപോലെ തന്നെ കയറിപ്പോരും. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം ഒരുപാടുണ്ടെങ്കിൽ നന്നായിട്ട് വെക്കാൻ പറ്റും. അതാണ്ട് ഇതുപോലത്തെ ഒരു കിഴങ്ങ് മാത്രം വെച്ചാൽ ഒറ്റ ഒരു കിഴങ്ങിന്റെ ഒരു ഫലം അതാണ്ട് ഇത്രയും കാണുന്നത്. ഇനിയിപ്പോൾ ഇത് പല സ്ഥലങ്ങളിലായിട്ട് മുറിച്ച് വെക്കണം, ഇനി പലർക്കായിട്ടും കൊടുക്കണം. കാരണം ഇത് എല്ലായിടത്തോടും നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പിന്നെ ഇത് പടർന്നു പോകുന്നതും ശരിയാവത്തില്ല. ഇപ്പം മഴക്കാലമാണ്, ഇപ്പൊ സെപ്പറേറ്റ് തന്നെ മാറ്റി നട്ടാലാണ് ഏറ്റവും പ്രയോജനം. അപ്പം ഇത്തരത്തിൽ ഈ മാറ്റി വെച്ച ഇതിനെ ഒരു 12 ദിവസത്തിന് ശേഷം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ നൂക്കണം. ഒരല്പം നൂത്തതിന് ശേഷം അപ്പോഴത്തേക്ക് ഏകദേശം ഈ വള്ളികൾ ഇങ്ങനെ വെളിയിലേക്ക് വരും. അത് ഇങ്ങനെ പടത്തി കൊടുത്താൽ മതി. അപ്പം ആ വള്ളി തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വേറൊരു ഗ്രോ ബാഗിൽ വെക്കാം. അപ്പൊ ഇത് 90 ദിവസത്തിനുള്ളിൽ ആവുമെന്ന് പറയുമ്പോഴും നമുക്ക് ഈ വള്ളി ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. അപ്പം അതിനകത്ത് നിന്ന് മുറിച്ച് ഇതുപോലെ വള്ളി പടർന്ന് കിടക്കുവാണെങ്കിൽ അതിനകത്ത് നിന്ന് മുറിച്ച് വേറൊരു ഗ്രോ ബാഗിലാക്കാം. അപ്പൊ അതും 90 ദിവസം കിട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് നല്ലൊരു ഇനം എപ്പോഴും സംരക്ഷിച്ച് പെടാൻ പറ്റും. അതുപോലെ ഇത് ഇപ്പൊ ഇങ്ങനെ മാറ്റി വെച്ചെന്ന് പറഞ്ഞു. ഇങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം ഇതേപോലെ തന്നെ ഉള്ളൊരു കൂട്ട് നമ്മൾ അമിതമായിട്ട് വളം കൊണ്ടുവന്ന് ഇതിന്റെ ചോട്ടി കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കല്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടിവളമായിട്ട് നല്ല രീതിയിൽ ഇച്ചിരി വളം കൊടുത്തതിന് ശേഷം പൊട്ടാഷ് കലർന്നിട്ടുള്ള, അതായത് ഈ ചാരമാണ് ഏറ്റവും പൊട്ടാഷിന്റെ കലവറ എന്ന് പറയുന്നത്. അപ്പം ഇതിനൊന്നും രാസവളം ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇനി നിങ്ങൾക്ക് രാസവളം ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം. ഞാനാണെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും ജൈവ രീതിയിലാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇച്ചിരി വലിപ്പം കുറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് ജൈവ രീതിൻ്റെ ആവശ്യമുള്ളൂ ഇത്തരത്തിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾക്കൊക്കെ. അപ്പം ഇതിലേക്ക് തന്നെ ഈ പറയുന്ന വേപ്പ് പിണ്ണാക്ക്, അതേപോലെ തന്നെ പിന്നെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചൊഴിക്കുന്നതാണ് നല്ലത്. കടലപ്പിണ്ണാക്കായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറുമ്പിന്റെ ശല്യം വരും. അപ്പം പിന്നെ അതേപോലെ ഈ പറയുന്ന റോക്ക് ഫോസ്ഫേറ്റ്, പിന്നെ ചാരത്തിന്റെ കമ്പോസ്റ്റ്. പിന്നെ ഇനി ഇടുമ്പോൾ ചാരം കമ്പോസ്റ്റേ ഇടത്തുള്ളൂ, അല്ലെങ്കിൽ മണ്ണിന്റെ മണ്ടയ്ക്ക് ഇടുമ്പോഴേ ഏകദേശം ചിലപ്പോൾ ഇതിന്റെ ചൂട് കൊണ്ട് ഉണങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചാരം കമ്പോസ്റ്റ് ഇനി ഇതിനകത്ത് ഇടാവും. എന്നിട്ട് ഈ പറയുന്ന മണ്ണുകൂടെ ചേർത്തിട്ട് ഇതിന് കടക്കൽ ഇങ്ങനെ മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് ഏകദേശം വള്ളി വീശി കഴിയുമല്ലോ. അങ്ങനെ വന്നിട്ട് ഏകദേശം ഒരു 10-30 അതായത് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ ഈ മണ്ണ് ഏകദേശം ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മാസത്തേക്ക് പിന്നെ നമ്മൾ ഇതിന്റെ ചുവട്ടിലൊന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഏകദേശം ഇതുപോലെ നല്ല പോലെ അങ്ങ് നന്നായിട്ട് പടർന്ന് പിന്നീട് ഇത് ഏകദേശം ഇതിന്റെ ഈ വള്ളികളൊന്ന് ഉണങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മളിത് പിന്നെ ഈ വള്ളികളെല്ലാം വലിച്ചു മാറ്റിയിട്ട് ഇത് വിളവെടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. അപ്പം ഇത്തരത്തിൽ വളരെ എളുപ്പമായിട്ടുള്ള ഈ കൃഷി നിങ്ങൾ വീട്ടിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നന്നായിട്ടൊക്കെ ചെയ്യാമെങ്കിൽ, നല്ല രീതിയിലൊക്കെ ചെയ്യാമെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ വിളവ് കിട്ടും. എപ്പോഴും നമുക്ക് വീട്ടിൽ മധുരക്കിഴങ്ങ് വിളവെടുക്കുകയും ചെയ്യാം. അപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അതേപോലെ ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. താങ്ക് യു.